നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഓക്കെ. പ്രീവിയസ് എക്സ്പീരിയൻസും ഗുഡ്. ഇതിൽ നിങ്ങൾ മുൻപ് വർക്ക് ചെയ്തിരുന്നു എന്ന് പറയുന്ന രാജീവ് മേനോൻ ദിയ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ MD-യാ. ഓ യെസ് രാജീവ് മേനോൻ. ഹി വാസ് ബ്രില്യന്റ്. ബട്ട് ഫേറ്റ്. ഹി ഈസ് നോ മോർ. അവിടെയാണ് MD-യുടെ ക്യാബിൻ. താങ്ക് യു. രണ്ടാം വിവാഹ ദിവസം തന്നെ ആക്സിഡന്റിൽ മരണപ്പെട്ടു. വല്ലാത്തൊരു വിധി എന്നല്ലാതെ എന്താ പറയുക. പാവം. പിന്നെ ഇതിൽ പറയുന്ന അഡ്വക്കേറ്റ് വർഗീസ്, അദ്ദേഹം പ്രശസ്തനാ. അവിടെ വർക്ക് ചെയ്ത എല്ലാ അടവുകളും പഠിച്ചേ ഇറങ്ങാൻ പറ്റൂ അല്ലേ? കമ്പനിയുടെ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്ക് വന്ദനയെ നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. വന്ദനയ്ക്ക് സമ്മതമാണല്ലോ. പിന്നെ പങ്ക്ച്വാലിറ്റി അതെനിക്ക് മസ്റ്റാ. എന്ത് റിസ്ക് എടുത്തും അത് കീപ്പ് ചെയ്യുക. റിസ്ക് എടുക്കാൻ തയ്യാറാണല്ലോ? യെസ് സർ. പങ്ക്ച്വാലിറ്റി അത് ഞാൻ കീപ്പ് ചെയ്തോളാം. എന്നെ ഏൽപ്പിക്കുന്ന ജോലി ഞാൻ ആത്മാർത്ഥമായി ചെയ്യും. വെരി ഗുഡ്. ആ ആത്മവിശ്വാസമാണ് ഞങ്ങളുടെ കമ്പനിക്ക് വേണ്ടത്. ഇനി സാലറി സ്കെയിലിനെ കുറിച്ച് സംസാരിക്കാം. മാസം എന്ത് ശമ്പളമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഒരു 30,000 രൂപയെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മൈ ഗോഡ്, 30,000 രൂപയോ? നോ, എന്തൊക്കെയോ കണക്ക് കൂട്ടിയാണല്ലോ ശമ്പളം ചോദിക്കുന്നത്. അതെ സർ. എന്റെ കുട്ടിക്ക് ദിയമോൾക്ക് കാലിന് നല്ല സ്വാധീനമില്ല. അതിന്റെ ചികിത്സാ ചെലവുകളൊക്കെ നടത്തണം. പിന്നെ വീട്ടിലെ മറ്റു ചെലവുകളും എല്ലാം ചേർത്ത് ഈ തുക കഷ്ടിയാണ് സർ. എന്നാലും 30,000 രൂപയെങ്കിലും ശമ്പളം കിട്ടിയാൽ നന്നായിരുന്നു. നിങ്ങളുടെ കുട്ടിയുടെ അസുഖം മാറ്റേണ്ട ബാധ്യതയൊന്നും കമ്പനിക്കില്ല. ഇത്രയും തുക ഡിമാൻഡ് ചെയ്യാനുള്ള യോഗ്യതയും നിങ്ങൾക്കില്ല. എന്തായാലും സ്റ്റാർട്ടിംഗ് അല്ലേ? മാസം 15,000 രൂപ നിങ്ങൾക്ക് ശമ്പളം തന്നേക്കാം. അല്ലാതെ ഒരു വർഷത്തേക്ക് മറ്റൊന്നും പ്രതീക്ഷിക്കണ്ട. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം, ഇല്ലെങ്കിൽ യു മേ ഗോ. സോറി സർ, ഈ ശമ്പളത്തിന് ജോലി ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സമയം കളയാതെ പോകാം. യു മേ ഗോ. ഓക്കെ സർ. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.